മുഹമ്മദ് അമീർ മുസ്ലിയാർ ഒന്ന് കേൾക്കാം. കസ്തല്ലാനിയുടെ ആ ഉദ്ധരണി വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അമീർ മുസ്ലിയാർ പറയണം. മക്കീസുലിലെ ഈ ഇല്ലത്ത് അത് വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? 8 മിനിറ്റ് വേണം. 8 മിനിറ്റ് അനുവദിച്ചു തന്നിരിക്കുന്നു. നമ്മള് വിഷയം 10:02 10:10 അമീർ മുസ്ലിയാർ ആ മക്കീസുലിലെയും ഇല്ലത്തും വായിക്കണം. ഹുക്കുമും നമ്മൾ ചർച്ച ചെയ്ത് എത്തിയിട്ടുള്ളത്. വായിക്ക ചർച്ചയില്ല, വായിച്ചാ മതി. വായിച്ചാ മതി. فإن قلت إذا قلنا بأنه عليه السلام ولد ليلة فأيما أفضل ليلة القدر أم ليلة مولده عليه السلام? അർത്ഥം വെക്കുന്നുണ്ട്, കാരണം സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയാണല്ലോ ജനിച്ചത്. ഫഅയ്യുമാ അഫ്ളലു, അതിൽ ഏതാണ് അഫ്ളല്? ലൈലത്തുൽ ഖദ്രി ഔ ലൈലത്തു മൗലിദിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനായ ആ രാത്രിയാണോ അതല്ല ലൈലത്തുൽ ഖദ്റാണോ അഫ്ളല്? ഉജീബ ബിഅന്ന ലൈലത മൗലിദിഹി അലൈഹിസ്സലാം അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഏറ്റവും പവിത്രതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയാണ്. മിൻ സലാസതി വുജൂഹിൻ, 3 കാരണങ്ങളാണുള്ളത്. അഹദുഹ, ഒന്നാമത്തത് അന്ന ലൈലത്തൽ, ഇത് ഖുർആനോ സുന്നത്തോ ഇജ്മാഅോ അല്ല പറയുന്നത്, ഖീലയല്ല പറയുന്നത്, ഇത് പറയുന്നത് ഖിയാസാണ്. അഹദുഹുമ, ഒന്നാമത്തത് അന്ന ലൈലത്തൽ മൗലിദി ലൈലത്തുൽ ഹുരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ കാരണം തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നു. വലൈലത്തുൽ ഖദ്രി മുഅ്താദുൽ ലഹ്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് നൽകിയ രാത്രിയാണ്. ആ റസൂലുള്ള ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ മൗലിദ്. റസൂലുള്ളാഹിക്ക് താബിയായി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി അശറഫു മിമ്മാ ശറഫ ബിനസബി മാ ഉഅതിയ. എന്തൊരു പദപ്രയോഗം മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുള്ള നടത്തുന്നത്. വമാ ശറഫു ബിളുഹൂരി ദാത്തിൽ മുശ്രിഫി മിൻ അജ്ലിഹി, യഥാർത്ഥ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന രാത്രിക്ക് റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്ന മറ്റൊരു രാത്രിയേക്കാൾ എന്തായാലും പ്രതിഫലമുണ്ടാകുമല്ലോ. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഖീലയല്ല പറയുന്നത്, ഖീലയല്ല, വലാ നിസാഅ ഫീ ദാലിക, തർക്കമില്ല. ഫകാനത് ലൈലത്തുൽ മൗലിദി, അതിന്റെ നതീജയാണ് പറയുന്നത്, ഇപ്പോൾ വിശദീകരിച്ചതിന്റെ നതീജ. ഫകാനത് ലൈലത്തുൽ മൗലിദി അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പവിത്രതയുള്ള രാത്രിയായി മാറിയല്ലോ. ഒന്നാമത്തെ കാരണം ഇവിടെ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക്. വസാനി, അസാനി, വാവില്ലട്ടോ, അസാനി, രണ്ടാമത്തേത് അന്ന ലൈലത്തുൽ ഖദ്രി ശുരിഫത് ബിനുസൂലിൽ മലായികതി ഫീഹാ, ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത എന്തേ? മലായികത്ത് ഇറങ്ങിയതാണ്. വലൈലത്തുൽ മൗലിദി ശുരിഫത് ബിളുഹൂരിഹി, ഐനുർ റഹ്മത്തായ റസൂലുള്ള ഇറങ്ങിയതാണ്. ലൈലത്തുൽ ഖദ്റിനുള്ള പവിത്രത തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, അതിൽ മലായികത്ത് ഇറങ്ങും, അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. അതാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത. എന്നാൽ ലൈലത്തുൽ മൗലിദിന്റെ പ്രത്യേകത എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാളും പവിത്രതയുള്ള ഐനുർ റഹ്മത്തായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നതിന് ഒരു ഇത്ര പവിത്രതയുണ്ടെങ്കിൽ റസൂലുള്ള ജനിക്കുന്നതിന് എത്ര പവിത്രതയുണ്ട്? അൽ ഖിയാസു മഅൽ ഔലവിയ എന്ന് ജംഇൽ പറയും ഇമാം സുബ്കി തങ്ങളുടെ കിതാബിൽ. വമൻ ശുരിഫത് ബിഹി ലൈലത്തുൽ മൗലിദി അഫ്ളലു മിമ്മൻ ശുരിഫത് ബിഹിം ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന് കിട്ടിയ പവിത്രത ഇവരെ കൊണ്ട് നേടിയതാണെങ്കിൽ ഒറ്റ റസൂലുള്ള മതി അവരെക്കാൾ സ്നാനം ലഭിക്കാൻ. അലൽ അസഹിൽ മുർത്തദ, ഖീലയല്ല, അലൽ അസഹിൽ മുർത്തദ, ഏറ്റവും തൃപ്തിപ്പെടുന്ന അസഹ് പ്രകാരം ഏറ്റവും ശരി അതാണ്. ഫതകൂനു
ലൈലത്തുൽ മൗലിദി അഫ്ളലു. അതിന്റെ നതീജ രണ്ടാമത്തെ കാരണത്തിന്റെ നതീജ അപ്പോൾ ലൈലത്തുൽ മൗലിദ് അഫ്ളലാവും. അസ്സാലിസു, 2 കാരണം കഴിഞ്ഞു. 3ാമത്തെ കാരണത്തിലേക്ക് കടക്കുകയാണ്. സമയമായിട്ടില്ലല്ലോ, ഇല്ല. അസ്സാലിസു, 3ാമത്തത് أن ليلة القدر وقع فيها التفضل على أمة محمد صلى الله عليه وسلم وليلة المولد الشريف وقع التفضل فيها على سائر الموجودات. വല്ലാത്ത പദപ്രയോഗമാണ്. ലൈലത്തുൽ ഖദറിൽ നമുക്ക് കിട്ടിയത് ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഐനുർ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിയ റഹ്മത്ത് അലാ സായിരിൽ മൗജൂദാത്ത്, ഈ അണ്ടകടാഹങ്ങൾക്കും ഈ കടകുമണിക്കു വരെ കിട്ടിയ റഹ്മത്താണ്. ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് മാത്രം കിട്ടിയതാണ്. എന്നാൽ അറിയണോ, ലൈലത്തുൽ മൗലിദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നല്ല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകത്തുള്ള മുഴുവനും ലഭിച്ച അനുഗ്രഹമാണ്. وَكَتَّفَضُّلُ بِهَا عَلَى سَائِرِ الْمَوْجُودَاتِ فهو الذي بعثه الله عز وجل رحمة للعالمين. الله رحمتاയി ഇറക്കിയതാണ്. فعمت به النعمة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിഅമത്ത് ലഭിച്ചിട്ടുണ്ട്. അലാ ജമീഇൽ ഖലായിഖി, ലോകമൊന്നടങ്കം വീണ്ടും ആവർത്തിക്കുന്നു. ഫകാനത് ലൈലത്തുൽ മൗലിദി അഅമ്മ നഫ്ആ, അതുകൊണ്ട് തന്നെ ലൈലത്തുൽ മൗലിദിന് നന്നായിട്ടുള്ള ഉപകാരമുണ്ട്. ഫകാനത് അഫ്ളല, വീണ്ടും നതീജ അത് തന്നെ അഫ്ളൽ. 3 കാരണങ്ങൾ എണ്ണി. എന്നതിന് ശേഷം ഇമാം ഖസ്തല്ലാനി റഹിമഹുള്ള പറയുന്നു, ഫയാ ശഹ്റാ, ഖീലയല്ല ഫയാ ശഹ്റാ മാ അശ്റഫ, എന്തോ ഒരു പവിത്രതയുള്ള മാസം. ദിവസം മാത്രമല്ല, മാസം മുഴുവൻ നിങ്ങൾ ആഘോഷിക്കണേ. ഫയാ ശഹ്റാ മാ അശ്റഫ വഔഫറ ഹുർമതി ലയാലിയ, അതിന്റെ ഒരു രാത്രി മാത്രമല്ല, അതിന്റെ എല്ലാ രാത്രികൾക്കും എന്തോ ഒരു പ്രതിഫലമാണുള്ളത്. കഅന്നഹാ ലയാലി ഫിൽ ഉഖൂദ്, അത് മാലകളിലെ മണിമുത്തുകൾ പോലെയാണ്. ആ ദിവസങ്ങൾ മാലകളിലെ മണിമുത്തുകൾ പോലെയാണ് എന്ന് ഇമാം ഖസ്തലാനി റഹിമഹുല്ല ഖീലയല്ല പറയുന്നത്. വയാ വജ്ഹ, എന്തോ ഒരു വയാ വജ്ഹൻ മാ അശ്റഫു മിൻ മൗലൂദ്, അന്ന് ജനിച്ച പ്രവാചകൻ എത്ര പരിശുദ്ധം. ഫസുബ്ഹാന മൻ ജഅല മൗലിദുഹു ലിൽ ഖുലൂബി റബീഅ വഹുസ്നുഹു ബദീഅ. അതിനുശേഷം ഒരുപാട് കവിതകൾ ഉദ്ധരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് 3 കാരണങ്ങൾ. സമയം കഴിഞ്ഞോ? 3 കാരണങ്ങളാണ് മഹാനായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ല ഈ രാത്രിക്ക് പവിത്രതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അമീറിന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തന്ന 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.